കന്യാസ്ത്രീകൾ കേരളം കത്തിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നവരോട് കൊച്ചിയിൽ ചിലർ കത്തോലിക്ക സന്യസ്തരുടെ തിരുവസ്ത്രത്തെ അനുകരിച്ചുള്ള വേഷവിധാനങ്ങളുമായി ലെസ്ബിയൻ പ്രണയ ഫോട്ടോഷൂട്ട് നടത്തി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഓൺലൈൻ മഞ്ഞ മാധ്യമം വാർത്ത കൊടുത്തതിന്റെ തലക്കെട്ട് ഇന്ന് കേരളം കത്തും എന്നായിരുന്നു. കന്യാസ്ത്രീകളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന വിധത്തിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പലർക്കും നോവുമെന്ന് ആ തലക്കെട്ട് കൊടുത്ത വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വ്യക്തം. സന്യസ്തർക്കെതിരെയുള്ള ഇത്തരം അവഹേളനങ്ങൾ പതിവാകുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള ഇത്തരം തരം താണ കോപ്രായങ്ങൾ നടത്തുന്നവരുടെ ഉദ്ദേശ്യം ആരെയൊക്കെയോ മുറിപ്പെടുത്തുക തന്നെയാണ്. കത്തോലിക്ക സന്യസ്തർ ഏറ്റവും മഹത്തായി കരുതുന്നതും അവർ അത്യന്തം വിലമതിച്ച് വ്രതം ചെയ്യുന്നതുമായ ലൈംഗിക വിശുദ്ധിയെ തള്ളിപ്പറഞ്ഞ് ഫോട്ടോഷൂട്ടിന് മുതിർന്ന ഫോട്ടോഗ്രാഫറോട് ചിലത് പറയാതെ വയ്യ. ഒരു സ്ത്രീ കൂടിയായ ആ ഫോട്ടോഗ്രാഫറുടെ വിഷയദാരിദ്ര്യം തീർക്കാൻ ഇതായിരുന്നില്ല മാർഗം. മനോനില തെറ്റിയ ചിലരുടെ വിഭ്രമങ്ങളും മറ്റുള്ള ചിലർ കൽപ്പിച്ചു കൂട്ടിയ കെട്ടുകഥകളും കരുതിക്കൂട്ടി അവഹേളിക്കാൻ കുറെ പേർ സൃഷ്ടിച്ചെടുത്ത കള്ളക്കഥകളും സന്യാസിനിമാർക്കെതിരെയുള്ള പ്രചാരണായുധങ്ങളാക്കി മഞ്ഞപത്രങ്ങൾ ലൈക്കും ഷെയറും വാരിക്കൂട്ടുമ്പോൾ ലൈംഗികതയെയും സന്യസ്തരെയും കൂട്ടിക്കെട്ടി ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് സ്ത്രീത്വത്തെയെങ്കിലും വിലയോടെ കാണാൻ ഫോട്ടോഗ്രാഫർ ശ്രമിക്കേണ്ടിയിരുന്നു. ഇവിടെയാണ് ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യത്തിലെ ബൈബിൾ വചനം അന്വർത്ഥമാകുന്നത്. തുടർന്ന് വായിച്ചാൽ ഒരു വചനം കൂടി കാണാം. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യം. ഒരു പ്രാസംഗികന്റെ അതരം സംസാരിക്കുന്നത് അയാളുടെ മികവുറ്റ പ്രസംഗങ്ങളിലൂടെയാണ്. ഒരു ചിത്രകാരൻ സംസാരിക്കുന്നത് അയാളുടെ ജീവൻ തുടിക്കുന്ന ചിത്രരചനകളിലൂടെ. മികച്ച ഗായകൻ സമൂഹത്തോട് സംവദിക്കുന്നത് അയാളുടെ ഹൃദയത്തിൽ തൊടുന്ന പാട്ടുകളിലൂടെ. നർത്തകൻ അല്ലെങ്കിൽ നർത്തകി ആസ്വാദകരെ പിടിച്ചിരുത്തുന്ന നൃത്തത്തിലൂടെ. ഇങ്ങനെ ഏതൊരു കലാകാരനും കലാകാരിയും തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഉപാധിയാക്കുന്നത് അവർക്ക് ദൈവം ദാനമായി നൽകിയ കലാപരമായ കഴിവുകളാണ്. അത് പ്രേക്ഷകരെ ജീവിക്കാൻ, സ്നേഹിക്കാൻ, മാനസാന്തരപ്പെടാൻ, കുറച്ചുകൂടി നല്ല മനുഷ്യനാകാൻ പ്രേരിപ്പിക്കുന്നതാകാം, മറിച്ചുമാകാം. അവിടെയാണ് കലാകാരന്റെ ഹൃദയം വെളിപ്പെടുന്നത്. അല്പം തിരിച്ചറിവുള്ള കൊച്ചുകുട്ടികൾ പോലും അയ്യേ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു പോകുന്ന ഒരു ഫോട്ടോഷൂട്ട്. ധാർമ്മികത, മൂല്യബോധം ഇവയല്പമെങ്കിലുമുള്ള ആരുടെയും മനസാക്ഷിക്ക് തെല്ലും നിരക്കാത്ത വിചിത്രമായ ഫോട്ടോഷൂട്ട്. മാന്യമായി ജീവിക്കുന്ന ആർക്കും ഒരു ഉപദ്രവത്തിനും പോകാതെ പ്രാർത്ഥനയോടെ പരസ്നേഹ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി കഴിയുന്ന കേരളത്തിലെ ഏകദേശം 40,000-ഓളം വരുന്ന സന്യാസിനികൾക്ക് മുഴുവൻ അപമാനവും ആത്മാഭിമാനത്തിന് ക്ഷതവും വരുത്തണം എന്ന ഉദ്ദേശ്യത്തോടെ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഫോട്ടോഷൂട്ട് അഥവാ വ്യക്തിഹത്യ. മൃഗതുല്യമെന്ന് പറഞ്ഞുകൂടാ. മൃഗങ്ങൾക്ക് പ്രകൃതി നിയമങ്ങൾ അറിയാം. ഒന്നോർക്കണം, ആർക്കും ആരെയും എന്തും പറഞ്ഞ് നോവിക്കാമെന്ന് വിചാരിക്കരുത്. മുകളിൽ ഒരു ദൈവമുണ്ട്. ചില വ്യക്തികൾക്ക് സംഭവിച്ച വീഴ്ചകളെ സാമാന്യവൽക്കരിച്ച് കാണിച്ച് ആ സമൂഹത്തെ ഒന്നടങ്കം ജീവനോടെ കുരുതി കൊടുക്കാനും ചവിട്ടിയറയ്ക്കാനും ശ്രമിക്കുന്നത് കഴിവോ മികവോ പുതുമ തേടലോ അല്ല. കഴിവുകേടും നെറിവുകേടും സംസ്കാരശൂന്യതയും പിതൃശൂന്യതയുമാണ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമുള്ള ഫോളോവേഴ്സിന്റെ എണ്ണമോ വില കുറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടാൻ വേണ്ടി ആത്മാഭിമാനത്തെ വിൽക്കുന്ന കറന്റ് ട്രെൻഡോ അറിഞ്ഞുകൊണ്ട് ഒരാളെ, ഒരു പ്രത്യേക വിഭാഗത്തെ അപമാനിക്കുന്നതിലെ സന്തോഷമോ അല്ല ഒരാളെ മികച്ച വ്യക്തിയാക്കുന്നത്. സ്വഭാവത്തിന്റെ സംശുദ്ധതയാണ്. എല്ലാം കാണുന്നുണ്ടെങ്കിലും ആ വേദനയിലും മൗനമായി പ്രാർത്ഥിക്കുകയും അവഹേളിക്കുന്നവരെയും അനുഗ്രഹിക്കാൻ കരങ്ങളുയർത്തുകയും ചെയ്യുന്ന അർപ്പണബോധമുള്ള, ദൈവം തുണയായുള്ള 10,000-കണക്കിന് കന്യാസ്ത്രീമാർ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നു. അവരെ ഇല്ലാതാക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം ശരീരത്തെ കൊല്ലുന്നവരെയും അവഹേളിക്കാൻ പ്രച്ഛന്ന വേഷം ധരിക്കുന്നവരെയും പാതിയൂരിയ സന്യാസ വസ്ത്രത്തിൽ നിന്ന് കോപ്രായം കാണിക്കുന്നവരെയും മത്സരിച്ച് തങ്ങളുടെ മേൽ ചെളി വാരിയെറിയുന്ന ചാനൽ ജഡ്ജിമാരെയും
ഒറ്റ കോടതി വിധി മഴയ്ക്ക് പൊട്ടിമുളച്ച വനിതാ സംരക്ഷക തകരകളെയും ഒന്നും അവർക്ക് ഭയമില്ല. അവരെ നയിക്കുന്നത് അവനാണ്, ലോകത്തെ പണ്ടേ ജയിച്ച ക്രിസ്തു. ഇനിയും അവരെ വേദനിപ്പിക്കാനും അവഹേളിക്കാനും പേനകളും ക്യാമറകളും ചലിക്കുമെന്നറിയാം. എങ്കിലും ആരും ഭയക്കേണ്ടതില്ല, അതിനായി കാത്തിരിക്കേണ്ടതില്ല. കന്യാസ്ത്രീകൾ കേരളം കത്തിക്കില്ല.